ചോയ്ക്കുട്ടി മാഷിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ചോയ്ക്കുട്ടി മാഷ് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ മാവൂരിലെ സിഡിറ്റ് ഐ ക്യാമ്പസിൽ വെച്ചാണ്. മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ യാതൊരു ലാഭേച്ഛയുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന് കുറേ ചിത്രങ്ങളെടുത്ത് പുള്ളി നമ്മളെ വിട്ടങ്ങ് പോയി. മാഷിന് എല്ലാവരോടും വളരെ സ്നേഹമായിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രക്ഷിതാവിനെ പോലെയായിരുന്നു മാഷ് കണ്ടിരുന്നത്. ഓരോ വിദ്യാർത്ഥിയെയും ഭയങ്കര സ്നേഹമായിരുന്നു. ഫോട്ടോഗ്രാഫിയോട് അടങ്ങാത്തൊരു ഒരു അഭിനിവേശമായിരുന്നു സാറിനുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ കോഴ്സ് കഴിയുന്നതിൻ്റെ അവസാന ദിവസം നമ്മളൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു. ആ ഒരു സമയത്ത് മാഷ് തന്ന ക്യാമറയിലൂടെയാണ് ഞാൻ ആദ്യമായി ചിത്രം പകർത്തിയത്. മാഷിനെ കൂടെ നടന്ന് ചിത്രം പകർത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ചോയ്ക്കുട്ടേട്ടൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, പിന്നെ അതുപോലെ താനെടുത്ത ചിത്രങ്ങളുമായിരുന്നു. ഇപ്പൊ ചിത്രങ്ങൾ നമ്മളൊക്കെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുക, കാണിക്കുക എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ആ ചിത്രത്തിന്റെ കുറവുകൾ എന്താണ്, തെറ്റുകൾ എന്താണ് എന്നൊക്കെ നിരന്തരം പഠിക്കുകയും ഫോട്ടോഗ്രാഫിയിൽ അത്രയും പ്രായമായിട്ട് പോലും എപ്പോഴും ഫോട്ടോഗ്രാഫിയിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ചോയ്ക്കുട്ടിയേട്ടൻ. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ അധ്യക്ഷ പ്രസംഗത്തിൽ ചോയ്ക്കുട്ടിയേട്ടനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വീണ്ടും ഓരോ വർഷവും അത് ആവർത്തിക്കുമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോയ്ക്കുട്ടി മാഷ് കുട്ടികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാഷായിരുന്നു. ഞങ്ങൾ പത്രക്കാരല്ലാതെ തന്നെ നമ്മുടെ ഫാഷൻ ഫോട്ടോഗ്രാഫി രംഗത്തുള്ളവരും സ്റ്റുഡിയോ രംഗത്തുള്ളവരും എല്ലാം ചോയ്ക്കുട്ടിയേട്ടൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. ഞങ്ങൾ വിദ്യാർത്ഥികൾ മാത്രം മുൻകൈ എടുത്താണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. എനിക്ക് മറ്റൊരു കാര്യം, ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ ഈ വർഷത്തെ അവാർഡ് നേടിയിരിക്കുന്നത് ഈ ഗോകുലാണ്. ഗോകുൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ സീനിയർ ഫോട്ടോഗ്രാഫറാണ്. ഉരുൾപൊട്ടൽ, നമ്മുടെ വയനാട്ടിൽ നടന്ന ചൂരൽമല ഉരുൾപൊട്ടലിൽ അകപ്പെട്ട കൈക്കുഞ്ഞിനെ NDRF സംഘം രക്ഷപ്പെടുത്തുന്ന ചിത്രത്തിനാണ് ഇത്തവണത്തെ അവാർഡ്. നമ്മുടെ മുതിർന്ന ഫോട്ടോഗ്രാഫർ P. മുസ്തഫ, PTI ഫോട്ടോഗ്രാഫർ S. ഗോപകുമാർ, AP ഫോട്ടോഗ്രാഫർ RS അയ്യർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് ഈ ഒരു പടം തിരഞ്ഞെടുത്തത്. പിന്നെ ചോയ്ക്കുട്ടിയേട്ടനെ പറ്റി പറയുമ്പോൾ ചോയ്ക്കുട്ടിയേട്ടൻ എന്നും എല്ലാവരും സെലിബ്രിറ്റികളുടെ പിറകെ പോകുമ്പം തെരുവായിരുന്നു ചോയ്ക്കുട്ടിയേട്ടൻ്റെ സബ്ജക്റ്റ്. തെരുവിലെ സാധാരണക്കാരായിരുന്നു ചോയ്ക്കുട്ടിയേട്ടൻ്റെ സെലിബ്രിറ്റികൾ. അദ്ദേഹം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെ ചിത്രങ്ങൾ പകർത്താനാണ് ഏറെ ഇഷ്ടപ്പെട്ടത്. ചോയ്ക്കുട്ടിയേട്ടൻ പകർത്തിയ പല ചിത്രങ്ങളും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. കുഞ്ഞിയുടെ തൂങ്ങിമരമാണ് വളരെ പ്രശസ്തമായ ചിത്രം. അതുകൂടാതെ അദ്ദേഹം നമ്മുടെ വാസുവേട്ടനെ ഗോളിയറയം സമരത്തിനിടയ്ക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രശസ്തമായ ചിത്രം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ബാനറിലുണ്ട്. പിന്നെ അതുപോലെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് കുട്ടികൾ നിലവിളിക്കുന്നൊരു ചിത്രമുണ്ട്. കൂടുതൽ ആളുകളും അത്തരം ചില ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്തുകയോ അല്ലെ പ്രദർശനം നടത്തുകയൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് കൂടുതൽ കണ്ടല്ലോ. 2003 കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ R. മോഹൻ ചേട്ടനൊക്കെ മുൻകൈ എടുത്തിട്ടാണ് ആ പ്രദർശനം വന്ന് സംഘടിപ്പിച്ചത്. SSLC പഠനം കഴിഞ്ഞ ഉടൻ പഠനത്തോടൊപ്പം കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് കളർ ബോക്സ് സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറായി തുടക്കം. 2013 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഫോട്ടോ കോൺട്രിബ്യൂട്ടറായി ന്യൂസ് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു. 2016 മുതൽ 2021 വരെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ന്യൂസ് ഫോട്ടോഗ്രാഫർ. 2022 മുതൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ സീനിയർ ഫോട്ടോഗ്രാഫർ. 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ഫോട്ടോഗ്രാഫർ. 2020 സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം. അച്ഛൻ പരേതനായ ഗോവിന്ദൻ, അമ്മ കമല, ഭാര്യ വർഷ. ചോയ്ക്കുട്ടി വാർത്താ പുരസ്കാരം നേടിയ ഈ ഗോകുലിന് അഭിനന്ദനങ്ങൾ. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ പഠിപ്പിച്ച മാഷ് എക്കാലത്തും ഓർമ്മിക്കപ്പെടണം, വിസ്മൃതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഞങ്ങൾ ഈ
വാർത്താചിത്ര പുരസ്കാരം ഏർപ്പാടാക്കാൻ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടി തീരുമാനിച്ചത്. അതിൻ്റെ 2ാമത്തെ അവാർഡാണ് നമ്മുടെ ഈ ഗോകുലിന് കരസ്ഥമായിരിക്കുന്നത്. ഇത് നമ്മുടെ ജൂറി ഞങ്ങളിങ്ങനെ തീരുമാനിച്ചപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ ആലോചിച്ചത് ക്വാളിറ്റിയുള്ള ഫോട്ടോഗ്രാഫർമാരായിരിക്കണം, ഒരു ചടങ്ങിന് നടത്തി പോരുത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലെ ജൂറി അംഗങ്ങളായിട്ട് ഞങ്ങൾ ഏർപ്പാടാക്കിയിരുന്നത് ഒന്ന് മുസ്തഫയ്ക്കാണ്, പി മുസ്തഫ, മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ മലയാള മനോരമ, പിന്നെ PTAയിലെ ഫോട്ടോ ജേർണലിസ്റ്റായ S ഗോപകുമാർ, AP ഫോട്ടോ എഡിറ്ററായ RS അയ്യർ. ഇവരാണ് ഈ പുരസ്കാരത്തിന് അർഹമായ ചിത്രം തിരഞ്ഞെടുത്തത്. ചിത്രത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നു. മൊത്തം വാർത്താചിത്ര പുരസ്കാരങ്ങൾക്ക് 51 എൻട്രികളാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചത്. അതിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഫോട്ടോകൾക്കൊപ്പം തന്നെ നിലവാരം കുറഞ്ഞവയും ഉണ്ടായിരുന്നു. മികച്ച ഫോട്ടോകളിൽ ചിലത് വാർത്താചിത്ര കാറ്റഗറിയിൽ വരാത്തവയുമായിരുന്നു. അപ്പോൾ അത്തരം ഒരു ഇത് നടത്തിയതിന് ശേഷമാണ് വാർത്താചിത്രം എന്ന മാനദണ്ഡം മുൻനിർത്തി മികച്ച ചിത്രത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ നടന്ന സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് നമുക്കറിയാം, വയനാട് ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ. സ്വാഭാവികമായിട്ടും അതിലെ ഒരു മികച്ച ചിത്രം അവരുടെ മുന്നിലെത്തുമ്പോൾ ആ ഉരുൾപൊട്ടലിൻ്റെ ബാധകമായ ആൾക്കാരുടെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആൾക്കാരുടെ അവരുടെ അതിലുള്ള അധ്വാനവും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നതാണ് ഈ ചിത്രം എന്നാണ് അവരുടെ വിലയിരുത്തൽ. ദുരന്തത്തിൻ്റെ ആദ്യ ദിവസമായിരുന്നു ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഗൂഗിള്. അത് നമ്മുടെ ഏതൊരു ദുരന്തത്തെയും നമ്മുടെ സമൂഹം എത്രത്തോളം അതിനെ നേരിടുന്നുണ്ട്, എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നുള്ളതും രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ ഈ കുട്ടിയിൽ ആണെന്നുള്ള ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. അതുപോലെ തന്നെ പശ്ചാത്തലത്തിൽ ഈ ദുരന്തത്തിൻ്റെ സ്പേസ് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച ആ കൈക്കുഞ്ഞ് നാളെയുടെ പ്രതീക്ഷയാണ്, അതിജീവനത്തിൻ്റെ പ്രതീകമാണ്. ഈ രീതിയിലാണ് നമ്മുടെ വാർത്താചിത്രത്തിലേക്ക് ഈ ഗോകുലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. താങ്ക് യു. ചോക്കുട്ടിയെ ഞാൻ അറിയും എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരെയും പോലെ വളരെ സാന്ദ്രമായി അറിയും, വളരെ സൗമ്യം. ഒരു പക്ഷേ ഒരു ഫോട്ടോഗ്രാഫർ ജീവിതത്തിന്റെ പിന്നിലാണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നതിലൂടെ ഉള്ള നിശബ്ദനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം. നിരവധിയായ വാർത്താ ചിത്രങ്ങളിലൂടെയാണ് എന്നും നമ്മുടെ മനസ്സിൽ ആ അർത്ഥത്തിൽ വാർത്താ ചിത്രത്തിന് ഒരു വർഷത്തിൽ നൽകുന്ന ഈ സമ്മാനം ചോയ്ക്കുട്ടിയേട്ടനെ നിരന്തരമായി നമ്മുടെ സ്മരണയിൽ നിർത്തുന്നു. കാരണം അതുപോലെ അസാധാരണങ്ങളായ ചിത്രങ്ങൾക്കാണ് ഇവിടെ ഇക്കുറി ഗൂഗിളിന് കിട്ടിയതുപോലുള്ള ചിത്രങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുക. അത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ ഉൽപ്പന്നത്തിൻ്റെ ഒരു വലുപ്പം കാണിച്ചുകൊണ്ടിരിക്കും. താൻ ഏത് മാധ്യമത്തിൽ പ്രവർത്തിച്ചുവോ ആ മാധ്യമം ഇങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു. ആ മാധ്യമത്തിൽ സുലഭമായി പെരുമാറിയിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഓർമ്മിക്കപ്പെടുന്നു എന്നതെല്ലാം വളരെ വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ സമ്മാനിതമായിട്ടുള്ള ചിത്രം എന്തുകൊണ്ട് സമ്മാനിതമായി എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ അതിജീവിക്കുന്ന വയനാടിൻ്റെ ഭാവിയിലെ ഒരു ചിത്രമായി അത് മാറും. അതിനുള്ള യോഗ്യത അതിലുണ്ട് എന്ന് പറയും. വാസ്തവത്തിൽ എല്ലാ ചിത്രങ്ങളും എല്ലാ സംഭവങ്ങളും ഫോട്ടോഗ്രാഫിയിൽ വരുമ്പോൾ ആ ഫോട്ടോഗ്രാഫറുടെ കലാബോധമാണ്, ആർട്ട് സെൻസാണ് അവിടെ പ്രകാശിപ്പിക്കുന്നത്. വലിയ ആർട്ടിസ്റ്റുകൾ വേണം. ഇവിടെ ഇപ്പോൾ രഘുറായിയുടെ ഒരു ക്ലാസ് നടന്നപ്പോൾ
ഫോട്ടോഗ്രാഫർ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ പഠിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ പറഞ്ഞേക്കുക. അങ്ങനെ എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ പറഞ്ഞേക്കുന്നു. കുറേ ഫോട്ടോകളുമായിട്ട് അടുത്ത ദിവസം വരുന്നു. അങ്ങനെ അടുത്ത ദിവസം വന്നപ്പോൾ അയാൾ ഈ ഫോട്ടോ ഒക്കെ നോക്കിയപ്പോൾ അയാൾക്ക് വലിയ നിരാശയാണ് ഉണ്ടാകുന്നത്. അപ്പോഴയാൾ പറഞ്ഞു, നിങ്ങൾക്ക് കാത്തിരിക്കാമായിരുന്നു എന്ന്. ഓരോ ഫോട്ടോയും അതിൻ്റെ സമയം നമ്മളോട് പറയും, അത് നാം കാത്തിരിക്കണം. എല്ലാവരും എപ്പോഴും അവരായിരിക്കുകയില്ല. അവരായിരിക്കുന്ന ഒരു മുഹൂർത്തം എപ്പോൾ സംഭവിക്കുന്നുവോ അപ്പോൾ അവരെ ചിത്രണം ചെയ്താൽ മാത്രമേ ആ ഫോട്ടോ ഒരു പോർട്രേറ്റായിട്ട് മാറും. അത്തരം ചിത്രങ്ങൾ ധാരാളം എടുത്തിട്ടുള്ള ഒരാളാണ് ചോയ്ക്കുട്ടി എന്നതാണ് പ്രധാനം. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടപാടെ ഫോട്ടോ എടുക്കുന്ന ഒരു വിചിത്രമായ കാലമാണ് ഇത്. അപ്പോൾ പെടപെടാ ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഫോട്ടോകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ മാത്രമേ, ഈ പക്ഷിയുടെ ചിറകടി മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഫോട്ടോകൾ ഇങ്ങനെ നിരന്തരമായി എന്തിനെടുക്കണം? അങ്ങനെ 10 100 ഫോട്ടോകൾ എടുക്കുന്നതിന് പകരമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ എന്താണ് ആളുകൾക്ക് ക്ഷമയില്ലാത്തത്? ഇങ്ങനെ അക്ഷമയോടെ ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അതിജീവിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ നോക്കുക. അതൊക്കെ അസാധാരണമായ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഓരോ ആർട്ട് വർക്കുകളാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഫോട്ടോകൾ നമുക്ക് കിട്ടുമെങ്കിലും അതിനെ ചരിത്രവുമായി ബന്ധപ്പെടുത്തുന്ന, അതിനെ കാലവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന, ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തുന്ന ഒരേ ഒരു ഫോട്ടോ എത്രമേൽ പ്രതിനിധാനം ചെയ്യുന്നു ആ ഒരു ഫോട്ടോ കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി ഒരു അതിസാധാരണമായിട്ടുള്ള കാര്യമേ അല്ല. ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ചോയ്ക്കുട്ടിയേട്ടനെ കൊണ്ട് പറഞ്ഞതുപോലെ നേരത്തെ ഫോട്ടോഗ്രാഫറൊക്കെ നിശബ്ദമായി പിന്നിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും അങ്ങനെയാണ്. അതിനോടുള്ള പ്രതികാരമായിട്ടാണ് വാസ്തവത്തിൽ ഈ സെൽഫിയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അവർ തന്നെ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. വിചിത്രമാണ്. ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ നിന്നിട്ട് സെൽഫി എടുക്കുന്ന ആളുകളെ നമ്മൾ ധാരാളമായിട്ട് കാണുന്ന ഒരു കാലം വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ സെൽഫി എടുക്കലൊന്നും അല്ലല്ലോ, സെൽഫി പോലും എടുക്കാം. അത് ഒരു സെൽഫ് പോർട്രേറ്റായിട്ട് മാറുമ്പോൾ സെൽഫിയുടെ ഒരു പ്രശ്നം എന്താ? അത് കേവലം ഈ എക്സിബിഷൻ്റെ ഭാഗമാണ് എന്നതാണ് അതിൻ്റെ പ്രശ്നം. അതൊരു എക്സ്പ്രഷൻ്റെ ഭാഗമാകുമ്പോൾ അതും ആർട്ട് വർക്കായിത്തീരും. ഏത് ദൃശ്യവും ഒരു എക്സ്പ്രഷനായി മാറുമ്പോൾ മാത്രമേ അതൊരു മികച്ച ചിത്രം ആകുന്നുള്ളൂ. അപ്പോഴതിന് പ്രതിനിധാന ശേഷി വരുന്നു, ആ സന്ദർഭത്തിൻ്റെ പ്രതിനിധാന ശേഷി. കാരണം എന്താ? ഒരു സന്ദർഭവും ആവർത്തിക്കുകയില്ല എന്നതാണ് കാരണം. ഒരനുഭവവും ആവർത്തിക്കുകയില്ല. ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ആണ്. അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നിമിഷം എന്നതാണ് ഒരു ദൃശ്യത്തിൻ്റെ അനശ്വരത എന്നർത്ഥം. ഈ അനശ്വരതയാണ് ഒരു ഫോട്ടോഗ്രാഫർ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ അനശ്വരതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം നമ്മൾ. ഈ അനശ്വരതയ്ക്ക് അർഹമായ ഒരു സ്നാപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് അത് ലഭ്യമായി തീരും. അതുകൊണ്ട് ഒരു വലിയ സമർപ്പണം ആവശ്യമായിട്ടുള്ള, ഏത് കലയെയും പോലെ വലിയ സമർപ്പണം ആവശ്യമായിട്ടുള്ള ഒരു കലയാണ് ഫോട്ടോഗ്രാഫി. ഒരു മരണമുണ്ട് എല്ലാ ഫോട്ടോഗ്രാഫിയിലും എന്ന് പറയാം. അതിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ പിന്നീടില്ലാത്ത ഒരു ഘട്ടം, അവസാനത്തെ ഒരു സന്ദർഭം ആണ് ജീവിതത്തിലെ ഓരോ സന്ദർഭവും സത്യമായി. ആ സത്യത്തെ സ്പർശിക്കാൻ ഒരു ഫോട്ടോഗ്രാഫിന് സാധിക്കും. അങ്ങനെയുള്ള സത്യങ്ങളാണ് ഈ ഫോട്ടോഗ്രാഫുകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത്തരം ഫോട്ടോഗ്രാഫുകൾ അങ്ങനെ കലാത്മകമായി മാറേണ്ടതുണ്ട്. അതിന് വലിയ നിരീക്ഷണം ആവശ്യമുണ്ട്. ഇപ്പോൾ MT വാസുദേവൻ നായർ പിന്നെ ഇപ്പം മരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഓർത്ത് പറയുകയാണ്, ഇങ്ങനെ ഡെസ്കിലിരുന്ന് നിറയെ
മാറ്ററും ചില പുസ്തകങ്ങളും ഒക്കെയായി തറച്ചിരിക്കുന്ന ഒരു MT വാസുദേവൻ നായരുടെ ഫോട്ടോഗ്രാഫ്, അത് ഒരു പത്രാധിപരുടെ ഫോട്ടോഗ്രാഫാണ്. അത് അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു പത്രാധിപരുടെ ഫോട്ടോഗ്രാഫാണ്. ആ കാലം പിന്നിൽ അടയാളപ്പെടുത്തുന്ന ഒരു ക്ലോക്കോ കലണ്ടറോ ഒക്കെ നിശ്ചയമായിട്ടും ഉണ്ടാകും. ആ മേശപ്പുറത്ത് ഇന്നില്ലാതായ അന്നുള്ള പല വസ്തുക്കളും ഇടം പിടിച്ചിരിക്കും. അങ്ങനെ ഇതിലെ സൂക്ഷ്മാംശങ്ങളൊക്കെ വലുതായിട്ട് വിവരിക്കും. ആ പത്രാധിപരെ മാത്രമല്ല, ആ കാലത്തെ മാത്രമല്ല, അന്നത്തെ പത്രാധിപരുടെ ഒരു പ്രാധാന്യം മാത്രമല്ല, പകുതി കുടിച്ചു വെച്ചിരിക്കുന്ന ആ കട്ടൻ കാപ്പിക്ക് പോലും ആ ഗ്ലാസ്സിന് പോലും ഒരുപാട് പറയാനുണ്ടാകും. അങ്ങനെ ദൃശ്യപരിധിയിലുള്ള എല്ലാറ്റിനും, ധാരാളം പറയാനുള്ള എല്ലാറ്റിനും ജീവൻ നൽകുകയാണ് ഒരു ഫോട്ടോഗ്രാഫർ നൽകുക. അങ്ങനെ എല്ലാറ്റിനും ജീവൻ നൽകാവുന്ന സന്ദർഭങ്ങൾ, അവസരങ്ങൾ നോക്കിയിരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതൊരു ചരിത്രരേഖയാണ്. ഉണ്ടാകുന്നതൊക്കെ ചരിത്രരേഖകളാണ്. ഇതാണ് ഇതിൻ്റെ വലിയ ഉത്തരവാദിത്വം. ഈ ചരിത്രരേഖകളിലൂടെയാണ് പോയ കാലം ഇനി നിൽക്കുക. അപ്പോൾ ഇനി നിൽക്കുന്ന പോയ കാലത്തിന് വേണ്ടി ഉള്ള ഒരു പരിശ്രമമാണ് വാസ്തവത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലസമായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഫോട്ടോഗ്രാഫി. അലസമായിട്ട് ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ അവിടെ ചരിത്രവും ഇല്ല, അവിടെ കാലവും ഇല്ല, അവിടെ പൊളിറ്റിക്സും ഇല്ല, അവിടെ യാതൊന്നും ഇല്ലാതായിത്തീരും. പക്ഷെ ഇതെല്ലാമുള്ള ഒരു കാലത്തിൽ ആണ്. ആ സമ്മാനം കിട്ടിയിട്ടുള്ള ഫോട്ടോ ഞാൻ കണ്ടില്ല, എന്നാലും അതിലെ വിശദാംശങ്ങളൊക്കെ അത്രമേൽ ജീവത്തായതുകൊണ്ടാണ് ഗോകുലിന് അതിന് സമ്മാനം കിട്ടിയിരിക്കുക. കാരണം ഈ സൂക്ഷ്മ വിശദാംശങ്ങളുടെ സൗന്ദര്യമാണ് ഒരു ചിത്രത്തിൻ്റെ സൗന്ദര്യം, ഒരു ഫോട്ടോഗ്രാഫിൻ്റെ സൗന്ദര്യം. വാസ്തവത്തിൽ ചിത്രവും ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റൊരു ഫിക്ഷനാണ്, നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അതിൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ ഇത് ഉള്ളതാണ്, നമുക്കതിനെ ഉപയോഗപ്പെടുത്താനേ പറ്റൂ. പക്ഷേ ഉള്ളത് പലപ്പോഴും ഇല്ലാത്തതിനേക്കാൾ ഭാവനാത്മകമാണ്, ഇല്ലാത്തതിനേക്കാൾ സത്യസന്ധമാണ്, ഇല്ലാത്തതിനേക്കാൾ അതിന് കൂടുതൽ പ്രതിനിധാന ശേഷിയും ഉണ്ട്. അങ്ങനെ അതുവരെ ചിത്രകല മാത്രമേ ഉള്ളൂ. ഫോട്ടോഗ്രാഫ് വന്നപ്പോഴാണ് ഒറിജിനൽ വേറെ, ഡ്യൂപ്ലിക്കേറ്റ് വേറെ എന്നൊക്കെ ഉണ്ടായിത്തീരുന്നത്. ചിത്രകല വന്നതിന് ശേഷമാണ് ഒറിജിനൽ എന്നതിന് പ്രാധാന്യം ഉണ്ടായിത്തീരുന്നത്. ചിത്രകല ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷമാണ് ചിത്രകല ആസകലം മാറുന്നത്. അതിനുശേഷമാണ് ഈ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങിലുമൊക്കെ ഈ വിധത്തിൽ പൊരുതി നിൽക്കണ്ടേ. പണ്ട് വിശദാംശങ്ങളോടുകൂടി ഒരാളെ പോർട്രേറ്റ് എടുത്താൽ ചിത്രകലയ്ക്ക് നിൽക്കാം. പക്ഷേ അങ്ങനെ ചിത്രകലയ്ക്ക് നിൽക്കാമെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ സീനറിയൊക്കെ വരയ്ക്കുന്ന ആളുകൾ, ലാൻഡ്സ്കേപ്പുകളൊക്കെ വരയ്ക്കുന്ന ആൾ ഈ ഫോട്ടോഗ്രാഫറുടെ മുമ്പിൽ തോറ്റുപോലെ. വെറുതെ ക്യാമറ വെച്ചിരുന്നാൽ മാത്രം മതി അയാൾക്ക്. അപ്പോൾ എന്തായി തീർന്നു? ചിത്രകലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇയാളോട് മത്സരിക്കാൻ വേണ്ടി. അപ്പോഴെന്തുണ്ടാകുന്നു? ഫോട്ടോഗ്രാഫി കേവലമായിട്ടുള്ള ഈ പകർപ്പെടുക്കലല്ല എന്ന് വന്നാൽ മാത്രമേ അതിന് കലാപരമായി അതിജീവിക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് അത് ചിത്രകലയോടും മത്സരിക്കുന്നു. അങ്ങനെ ചിത്രകലയോട് മത്സരിക്കുമ്പോൾ അതിങ്ങനെ ചിത്രകലാകാരൻ എങ്ങനെ വിശദാംശങ്ങൾക്ക് വാൻഗോഗിൻ്റെയൊക്കെ ആ ഷൂ പോലെ, അതിലെ അമർന്ന കോഴി പോലെ ഒരവസ്ഥയെ എത്ര സൂക്ഷ്മമായി ആലേഖനം ചെയ്യുന്നുവോ അതുപോലെ ഓരോ ചിത്രവും അങ്ങനെ സൂക്ഷ്മമായി ആലേഖനം ചെയ്യാവുന്ന സൂക്ഷ്മാംശങ്ങൾ ഉള്ളതായി മാറാൻ ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്യുന്നു. അതിനാണ്. അപ്പോൾ ഈ നമ്മുടെ വലിയങ്ങാടിയിലെ ലോറി വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാക്ക ഇങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എടുത്ത ഫോട്ടോയിൽ ഒരാൾ പോലും ആ വരവിനെ കാണുന്നില്ല. അതിൽ അരി നിറച്ച് വെച്ചിട്ടുള്ള ഇതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയും ആണ് അന്ന് രഘുറായി പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് എല്ലാ ചിത്രങ്ങളും ഒരു കാത്തിരിപ്പ് ആവശ്യപ്പെടുന്നു. ഈ കാത്തിരിപ്പ് കാലം കൊണ്ട് മനസ്സിൽ ഒരു സമീപനമായി മാറുകയാണെങ്കിൽ ഏത് സന്ദർഭത്തിലും സ്വച്ഛന്തമായി അത് പ്രവർത്തിക്കും.
അതുകൊണ്ട് ഒരു വലിയ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ശ്യാം ബെനഗലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നിർത്തുകയാണ്, ശ്യാം ബെനഗലിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവിൻ്റെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ കാത്തു. ശ്യാം ബെനഗലിന് വെറുതെ ഫോട്ടോ എടുത്താൽ പറ്റില്ലല്ലോ. ശ്യാം ബെനഗൽ എപ്പോഴാണോ ശരിക്കും ശ്യാം ബെനഗലാകുക അപ്പോഴത്തെ ഫോട്ടോ എടുക്കണം. എല്ലാവരും എല്ലാ സമയത്തും ശരിക്കും അയാളല്ല. വാസുവേട്ടൻ എപ്പോഴും വാസുവേട്ടനല്ല. അതാകുന്ന ഒരു സന്ദർഭം നമുക്ക് ഫോട്ടോഗ്രാഫർക്ക് കിട്ടണം. അപ്പോൾ ഈ ശ്യാം ബെനഗൽ സിഗരറ്റ് വലിച്ചിട്ട് മുകളിലേക്ക് എടുക്കുമ്പോൾ കത്തുമല്ലോ, അപ്പോഴാണ് ഈ ഫയറാണ് എടുക്കുന്നത്. അല്ലാതെ സിഗരറ്റ് വലിക്കുമ്പോൾ എടുക്കാം, വെറുതെ വെച്ചിരിക്കുമ്പോൾ എടുക്കാം, വലിക്കാതിരിക്കുമ്പോൾ എടുക്കാം. പക്ഷെ എപ്പോഴും സിഗരറ്റ് വലിച്ചിരിക്കുന്നത് ഈ ഫയറാണ് അയാൾക്ക് വേണ്ടത്. ഏത് ഈ ശ്യാം ബെനഗലിൻ്റെ ഫയറാണ് അയാൾക്ക് ആവിഷ്കരിക്കേണ്ടത് എന്ന് വരുമ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ്. ഇങ്ങനെ കാത്തിരിക്കണം ഒരു ഫോട്ടോഗ്രാഫർ. അതിന് അയാൾക്ക് ചിത്രകലയുമായിട്ട് താല്പര്യം ഉണ്ടാകണം, അയാൾക്ക് സാഹിത്യവുമായിട്ട് താല്പര്യം ഉണ്ടാകണം, അയാൾക്ക് കവിതയുമായി താല്പര്യം ഉണ്ടാകണം, എല്ലാ കലാരൂപങ്ങളുമായി അയാൾ ഇണങ്ങിയിരിക്കണം. അങ്ങനെയുള്ള ഇണക്കത്തിൽ നിന്ന് മാത്രമേ ഒരു സന്ദർഭത്തെ സൂക്ഷ്മമായി ഉൾക്കൊള്ളാനും വ്യാഖ്യാനിക്കാനും ഒരാൾക്ക് സാധിക്കൂ. അങ്ങനെ ഒരു ഉൾക്കൊള്ളലിൻ്റെയും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൻ്റെയും മനോഹരമായ ഒരു ഫ്രെയിമാണ് ഒരു മികച്ച ഫോട്ടോ എന്നർത്ഥം. അതുകൊണ്ട് അത്തരം ഫോട്ടോകൾ ധാരാളം എടുക്കാൻ നമ്മുടെ ഗൂഗിളിന് ഭാവിയിൽ സാധിക്കട്ടെ. ചരിത്രം അദ്ദേഹത്താൽ രേഖപ്പെടുത്തപ്പെടട്ടെ. അതെ, ഇവിടെ ഈ ചിത്രം കാണിച്ചു തരികയായിരുന്നു എനിക്ക്. എത്ര പേരുടെ ഒരു ഉത്കണ്ഠയാണ് ആ കുഞ്ഞിൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ചിത്രം കാണുന്നത്. പൂർണ്ണമായിട്ടല്ല ആ കുഞ്ഞിൻ്റെ മുഖമുള്ളത്. പൂർണ്ണമായിട്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഈ കുഞ്ഞ് ഇത്ര പ്രതിനിധാനം ചെയ്യുമായിരുന്നില്ല. അങ്ങനെ അതിൽ നിറങ്ങൾ, അതൊക്കെ അവിടെ ഉള്ള നിറങ്ങളാണ്. അപ്പുറത്തിനെല്ലാം കാരണമായിട്ടുള്ള പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറം വയനാടുണ്ട്. അവിടെ വന്നു ചേർന്നിരിക്കുന്ന ചില പരിവർത്തനങ്ങളുടെ സൂചനകൾ അവിടെ ഇരിക്കുന്നു. ഇങ്ങനെ വളരെ വ്യാഖ്യാനിക്കാനുള്ള ഒരു സന്ദർഭം പെട്ടെന്ന് ഒരു ക്ലിക്കിൽ അയാൾക്ക് കിട്ടുകയാണ്. ക്ലിക്കായി എന്നല്ലേ നമ്മൾ പറയുക. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക്ക് ശേഷമാണ് ആ പ്രയോഗം കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുവരെ ആർക്കും ഒന്നും ക്ലിക്കായിരുന്നില്ല. അങ്ങനെ കേരളത്തിൽ ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷം ക്ലിക്കാവുന്നു. അതുപോലെ ഈ ദാരുണമായ സംഭവം ഈ ചിത്രത്തിൽ ക്ലിക്കായിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. നന്ദി. എന്താണ് വാസ്തവത്തിൽ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു വിരലടയാളമാണ് ചോയ്ക്കുട്ടി. പലപ്പോഴും എൻ്റെ നിർണായകമായ അനുഭവങ്ങൾ ചോയ്ക്കുട്ടി ഉണ്ടായിരുന്നു. എന്നെ കാണാതെ വയ്യ എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ എനിക്ക് നഷ്ടമായി. അത് ചോയ്ക്കുട്ടിയാണ്. മരിക്കുന്നതിനും കുറച്ച് മുമ്പ് നടക്കാനാവാതെ എരഞ്ഞിപ്പാലത്ത് ബസ്സിറങ്ങി നടക്കാനാവാതെ ഞൊണ്ടി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നെ ബസ് കയറ്റി വിടണം എന്ന് പറഞ്ഞ് ഞാൻ കൈ പിടിച്ച് ആണ് ബസ് കയറ്റി വിട്ടിട്ടുള്ളത്. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിനപ്പുറത്ത് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. അങ്ങനെയുള്ള മനുഷ്യനെ എത്ര പേർക്കറിയാം എന്നറിഞ്ഞുകൂടാ. ക്ഷമിക്കുക, ഒരു വ്യക്തിപരമായ കാര്യം കൂടി എനിക്ക് പറയണം. രാത്രി 9:10 മണിയാവുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. രണ്ടാമത്തെ മകൾ. ഞങ്ങളുടനെ
ഈ കോട്ടപ്പുറം ആശുപത്രിയിലേക്ക് വന്നു. കാത്തിരുന്ന ഡോക്ടറെ കണ്ടു. ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയും കൂടി പുറത്തിറങ്ങുമ്പോൾ ഈശ്വരനെ പോലെ ഒരാൾ എവിടെ നിന്നെന്നറിയില്ല വന്നു. ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ രാത്രി ഒരുപാട് വൈകി. അന്ന് മുഴുവൻ അവിടെ നിന്നു. എനിക്ക് 4 മണിയായപ്പോൾ പെൺകുട്ടി ജനിച്ചു. അത് കഴിഞ്ഞാണ് എൻ്റെ ചോയ്ക്കുട്ടി അവിടെ നിന്ന് പോയത്. ക്ഷമിക്കുക, പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയാൻ വയ്യ. ആദ്യമേ തന്നെ ചോയ്ക്കുട്ടിയേട്ടൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരം നേടിയ ഗോകുലിനെ അഭിവാദ്യം ചെയ്യുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. രണ്ടാമതായി ചോയ്ക്കുട്ടിയേട്ടൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ വളരെ സജീവമായി ഈ പുരസ്കാരം നൽകി വരുന്നു എന്നതിൽ അവരെ കൂടി അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ചോയ്ക്കുട്ടിയേട്ടൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചോയ്ക്കുട്ടിയേട്ടനെ പരിചയപ്പെട്ടവരാരും മറക്കില്ല. എനിക്കും അങ്ങനെ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണുള്ളത്. 1975 കോളേജിൽ ആർട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മോഹൻ അവിടെയുണ്ട്. ഞാനന്ന് SFIയുടെ പ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതല്ല, എന്നെ ഇങ്ങോട്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് അന്ന് അടിയന്തരാവസ്ഥയുണ്ട്. അക്കാലത്താണ് ചോയ്ക്കുട്ടിയുടെ അവിടെ മീൻചന്തയിലെ ഒരു സ്റ്റുഡിയോയിലാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. അപ്പം പരിചയപ്പെട്ട് നല്ല പരിചയമായി. പക്ഷേ എന്നെക്കാൾ പരിചയം അദ്ദേഹത്തിന് തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരുമായിട്ടാണെന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് മാത്രമല്ല, അവരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അന്ന്. അവരുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചിട്ട് 2 തവണ. പിന്നെ CPMൻ്റെ ഔദ്യോഗിക ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ആ കാലത്ത് ഈ കോളേജിലെ മാഗസിനിൽ കൊടുക്കാൻ, ഞാൻ കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു, സ്റ്റുഡൻസ് യൂണിയൻ. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫോട്ടോസൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ തിരക്കുമ്പോൾ ഒരു ദിവസം ഇതാക്കുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ വന്ന് കക്ഷി വയ്ക്കുന്നത്, എന്താ അതിങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ഫോട്ടോ തിരക്കുക, അതിൽ മാഗസിനിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഇതൊന്നുമില്ല, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സ്റ്റുഡിയോയിൽ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം എടുത്ത് തന്ന ഫോട്ടോ ആണ് ഞാനിന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. ആ മാഗസിനിൽ വന്ന് കോളേജിൻ്റെ മാഗസിനിൽ വന്നിട്ടുള്ളത്. എനിക്ക് തന്നെ അതുവരെയുള്ള ഞാനെല്ലാം അതൊന്നും എനിക്ക് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇത് പ്രൊഫസർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഫോട്ടോയിലുള്ള വ്യത്യാസത്തിൻ്റെ അത്ര ആഴത്തിൽ എനിക്ക് മനസ്സിലായത്. ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതുവരെയുള്ള എൻ്റെ ഫോട്ടോ അല്ല അത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഈ സൂക്ഷ്മ അംശങ്ങൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓർത്തു പോയതാണ്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം പത്രക്കാരനായി വരുന്നത്, ഞാനും പത്രക്കാരനായി വരും. വന്നതിന് ശേഷം നല്ല ബന്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്കെല്ലാം പ്രായമായി സീനിയർ ജേർണലിസ്റ്റായി മാറിയപ്പോഴും നല്ല ബന്ധമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഒരു വ്യാഴവട്ടത്തിന് മുമ്പ് ഉണ്ടാകുമ്പോൾ അദ്ദേഹവും ഞാനുമൊക്കെ അതിൽ മെമ്പർമാരായി വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് സ്വയം അനുഭവിക്കുന്ന ആളാണ്, സാമ്പത്തികമായെല്ലാം തന്നെ. കാരണം പെൻഷൻ കിട്ടുന്നത് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന അത്രയും പെൻഷൻ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പങ്കാളിത്ത പെൻഷനാണ് കിട്ടുന്നത്, അദ്ദേഹത്തിന് അവശ്യ പെൻഷനാണ് കിട്ടുന്നത്. വളരെ ചെറിയ തുകയേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് ഒരു മാസത്തേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങാൻ പോലും തികയില്ല. അപ്പം തികയാത്ത സന്ദർഭങ്ങൾ, ചില സന്ദർഭങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളോട് അദ്ദേഹം തുറന്നു പറയും. അങ്ങനെ തുറന്നു പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം വിജയകുമാരൻ നമ്മളെല്ലാം തന്നെ സഹായിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം, അത് സഹായം പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഇതിനിടയിലും വേറെ ആളെ സഹായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ വളരെ വിഷമകരമായി നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലും അദ്ദേഹം ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹം പലപ്പോഴും നമ്മോട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഇന്ന ആളെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയും.
ഞാനിന്ന് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുക. ഞാൻ പരത്തി പറയുന്നില്ല, അത്രയും മാനവികമായി ചിന്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിയുടെതെല്ലാം തന്നെ ഫോട്ടോഗ്രാഫി സ്റ്റുഡൻസ് അദ്ദേഹത്തിൻ്റെ ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അതേപ്പറ്റിയൊന്നും ഞാൻ ആധികാരികമായ അഭിപ്രായം പറയാൻ ആളുമല്ല, അതുകൊണ്ട് അതേപ്പറ്റിയൊന്നും പറയുന്നില്ല. ആ വളരെ മനുഷ്യസ്നേഹിയായ ആ മനുഷ്യനെ അന്നും ഇന്നും പരിചയപ്പെട്ട അന്ന് മുതൽ എപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ വരും തലമുറയിൽ സ്മരിക്കപ്പെടും എന്ന് പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇവിടെയുണ്ട്, അവർക്ക് കൂടി എൻ്റെ ഇത് വിനീതമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ ചോയ്ക്കുട്ടിയാട്ടം ഞാൻ 83-ലാണ് കേരള മുംബൈയിൽ ജോയിൻ ചെയ്യുന്നത്. 80 കാലഘട്ടത്തിൽ ബോംബെ സ്റ്റുഡിയോയിൽ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്നേ ചോയ്ക്കുട്ടിയാട്ടനെ അറിയാം. ചോയ്ക്കുട്ടിയാട്ടൻ ഈ ദർശൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഈ ബോംബെ സ്റ്റുഡിയോൻ്റെ ഓപ്പോസിറ്റ് മൊയ്തീൻപള്ളി റോട്ടിൽ ആ ദർശൻ സ്റ്റുഡിയോയിൽ വൈകുന്നേരങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോംബെ സ്റ്റുഡിയോയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ ബാലേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ആൾ സൗമ്യ ആളൊക്കെ ആണെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ വെല്ലുവിളി നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നെഗറ്റീവിൽ തന്നെ 2 ഇമേജൊക്കെ കൊണ്ടുവന്നിട്ട് പറയും, ഈ നീ ഇവിടുത്തെ വലിയ ഫോട്ടോഗ്രാഫറില്ല, നീ ഒന്ന് ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കുക. അങ്ങനെ അന്നേ മൂപ്പര് ഇതിനകത്ത് വലിയ നമ്മൾക്കൊരു ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പുള്ളി അതിനകത്തൊരു ഗവേഷണം നടത്തി കൊടുക്കുക അന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ. അപ്പം അന്ന് പുള്ളിക്ക് ടൂറിസ്തുക്ക ആ ടീമൊക്കെ കൂടി ഇട്ട പേരാണ് പ്രൊഫസർ ചോയ്ക്കുട്ടിയത്. ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് തോന്നുന്നില്ല പ്രൊഫസറായിട്ട് വേറെ ആളില്ലെന്ന് തോന്നുന്നില്ല. അന്നൊരു തമാശ കിട്ടതാണ്. അപ്പോൾ അത് അധികാർക്കൊന്നും അറിയില്ല, എല്ലാവർക്കും കുറച്ച് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ നീട്ടുന്നില്ല. ഈ അവാർഡ് ചിത്രത്തിൻ്റെ ഇത് പറഞ്ഞാൽ ഈ ചില ദിവസങ്ങൾ ഭയങ്കര ഡ്രൈ ഡേ ആയിരിക്കും, നമുക്ക് ഒരു ചിത്രവും ഉണ്ടാവില്ല, നമ്മളാകെ ഇതായി. അപ്പം നമ്മളാകെ ആശ്രയിക്കുന്ന സാധനമാണ് കോഴിക്കോട് ബീച്ച്. അതിപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ പോയി എന്തെങ്കിലും ഒരു ഓഫ് ബിറ്റ് ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രം കിട്ടും. അപ്പം ബീച്ചിൽ പോയി ഒരു വലയറിയുന്ന പടമൊക്കെ അന്ന് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ ഒരു സൂം ലെൻസ് വാങ്ങിയിട്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ ഈ 28 വൈഡാണ് എപ്പോഴും ക്യാമറയിലുണ്ട്. അപ്പം ആശായി പെൻഡക്സ് ക്യാമറ 28 വൈഡും. അപ്പോൾ ഈ കടപ്പുറത്ത് പോയി വന്നതിനെ കൊണ്ട് ഈ സൂം ലെൻസ് ക്യാമറേൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ആ പടം കിട്ടാനുള്ളൊരു കാരണം. അപ്പം ഏകദേശം തൊണ്ടയാടെത്തിയപ്പോൾ ഒരു മാനസിക സമനില തെറ്റിയ ഒരാൾ പൂർണ്ണ നഗ്നനായിട്ട് നടന്നു വരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് മുസ്തഫേൻ്റെ പടമാണ്. പി മുസ്തഫേൻ്റെ പടം ബോംബെ ആണ്, ഡൽഹി സ്ട്രീറ്റ് കൂടി ആളെ ഇടയിൽ കൂടി ഒരു നഗ്നയായ സ്ത്രീ നടന്നു പോകുന്ന ചിത്രം. അപ്പോൾ അത് പ്രസിദ്ധീകരിച്ച ചിത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത് പൂർണ്ണ നഗ്നനാണ് ഈ ഒരു പടം. ആ പടം ഞാനെടുത്ത് ഇന്നത്തെ പോലെ നോക്കാനുള്ള സംവിധാനമില്ല, ഫോക്കസിങ് നമ്മൾ തന്നെ ചെയ്യണം, വൈൻഡിങ്ങും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, ഒക്കെ ഇത് തന്നെ. അങ്ങനെ ആ പടം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പടം എവിടെ കൊടുക്കാൻ പറ്റുമോ, എവിടെയും കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ബജാജ് ചേതക്ക് സ്കൂട്ടറിൽ ഇരുന്നിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരാൾ ഒരു തോർത്തുമുണ്ടിൻ്റെ കഷ്ണമായിട്ട് വന്നിട്ട് അയാൾക്ക് കൊടുക്കുന്നത് ആയിട്ടുള്ള ചിത്രം. അപ്പം ഞാൻ ശരിക്കും ആ സത്യം പറഞ്ഞാൽ ആ പടം എടുത്തു കഴിഞ്ഞപ്പോൾ ആ ലെൻസിനെ ഞാനൊന്ന് ചുംബിച്ച്, കാരണം അത് ആ ലെൻസ് ഇട്ടതിന് അല്ലാതെ എനിക്ക് മാറ്റാനുള്ള സമയമൊന്നുമില്ല. ആ പടത്തിന് അപ്പം തന്നെ ലാബിലേക്ക് തിരിച്ചു പോയി ആ പടം എടുത്ത്. അപ്പോൾ ഈ അബി വിളിച്ച് പറഞ്ഞപ്പം ഞാനിതൊക്കെ ഒന്ന് തപ്പിയപ്പോഴാണ് ഈ ചിത്രം ഇതും അന്നത്തെ ചോയ്ക്കുട്ടിയേട്ടൻ്റെ ഇൻവിറ്റേഷൻ കാർഡാണ്, ലൈറ്റ് ആൻഡ് ലെൻസ്. ഈ സാധനങ്ങളുടെ കൂടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ചിത്രം. ഇത് നല്ല ഇതിലേക്ക് വരുമ്പോൾ നല്ല ഇതാണ്. പത്രം PC ഹരീഷായിരുന്നു അന്നത്തെ എഡിറ്റർ, ഡെസ്ക് ചീഫ്. പുള്ളി 1-ാം തീയതിയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തു, നല്ല അടിക്കുറിപ്പും. അങ്ങനെ ഈ ചിത്രം 250ഓളം എൻട്രി ഉണ്ടായിരുന്നു ഈ മത്സരത്തിന്. 250 എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോമ്പറ്റീഷനാണ്. ജഡ്ജസ് വരെ ഭയങ്കര കൺഫ്യൂസ്ഡാവും. അങ്ങനെ ഈ ചിത്രത്തിന് ആ അവാർഡും കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഗൂഗിളിൽ കിട്ടിയത് പത്ര ഫോട്ടോഗ്രാഫേഴ്സ് മാത്രം ഉള്ള ഇതാണ്. പക്ഷെ എന്നിട്ട് തന്നെ 70-71 എൻട്രി വന്നിട്ടുണ്ട്. അത് വലിയൊരു സംഭവം തന്നെയാണ്, ഇത്രയും പാർട്ടിസിപ്പൻസ് വരുന്നത്. ഈ 250 പേരിൽ ഇത്രയും ആൾക്കാർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് രസം. ഈ പങ്കെടുത്തതിൽ
ഇത്ര അവാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഈ എക്സിബിഷൻ, ഈ ഫോട്ടോ ടൗൺ ഹാളിൽ എക്സിബിഷൻ നടത്തിയപ്പം ഈ തോർത്തുകൊണ്ട് കൊടുത്ത ആൾ ഈ പിക്ചർ കണ്ടിട്ട് ഇത് ഞാനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നത്, അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അത് ഒരു അവാർഡ് കിട്ടിയ പോലെ തന്നെയായിരുന്നു. അയാൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. അയാൾ പത്രത്തിൽ വന്നതോ ഇതിന് അവാർഡ് കിട്ടിയതോ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇവിടെ എനിക്കിങ്ങനെ കാണുമ്പോൾ ജോൺസൺ തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് കണ്ടില്ല, ആലിക്ക എല്ലാം, അതാ സന്തോഷ്, എല്ലാവരും ഉണ്ട്. അതാ ലാൽജി, എല്ലാവരെയും കാണുമ്പോൾ തന്നെ, ബാലഷാട്ട് എല്ലാവരും കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. പിന്നെ ഇതൊക്കെ പുതിയ പിള്ളേരാണ്, എല്ലാവരും മിടുക്കന്മാർ. എനിക്ക് ഗോകുലിനെ ഭയങ്കര ഇഷ്ടം. അവരെപ്പോഴും ഭയങ്കര ഇങ്ങനെ ഒരു എന്താ പറയുക, എപ്പോഴും ഒരു ഇതായിരിക്കും, എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലതാണ്, നല്ല ഊർജ്ജസ്വലനാണ്. ഇനിയും ചെറുപ്പമാണ്, ഇനിയും അവാർഡുകൾ വാങ്ങട്ടെ. അത് അവരെ കുടുംബക്കാരുടെ മക്കളിരിപ്പുണ്ട്, വാസുവേട്ടൻ, എല്ലാവർക്കും എൻ്റെ നന്ദി. സാധാരണക്കാരുടെ ജീവിതം പകർത്തി ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാരഥനായ ഒരു ഫോട്ടോഗ്രാഫറുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് ദാന ചടങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചോയ്ക്കുട്ടി സാർ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല വാർത്താ ചിത്രങ്ങൾക്ക് ജന്മം നൽകി എന്നതിനപ്പുറം അദ്ദേഹത്തെ പോലെ മിടുക്കരായ ഒരുപാട് ഫോട്ടോഗ്രാഫർമാർക്ക് കൂടി ജന്മം നൽകി എന്നത് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കുകയാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഇന്ന് ആൽഫ ജനറേഷന്റെ കാലമാണ്. ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങുകയാണ്. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല. ഒരു 80 കിഡ്സിനും 90 കിഡ്സിനും ഒക്കെ കുറേയും കൂടി അത് അറിയാൻ പറ്റും. ഒരു ഫോട്ടോഗ്രാഫ് ക്യാമറയിലെടുത്ത് അത് നമ്മുടെ കയ്യിൽ ഫോട്ടോയായി കിട്ടുന്നത് വരെയുള്ള ജിജ്ഞാസ, ആ ഫോട്ടോ എങ്ങനെ ആയിരിക്കും ആ ക്യാമറ ക്ലിക്കിൽ പതിഞ്ഞത് എന്ന് നമുക്കറിയുന്നില്ല. അവസാനം ആ ഫോട്ടോ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ഓഫായി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു കാലത്ത് ഈ ഒരു ക്യാമറയുടെ ഫ്രെയിമിലൂടെ മാത്രം നോക്കിക്കാണുകയും അതിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നതാണ് ചോയ്ക്കുട്ടി സാറിനെയൊക്കെ പോലെയുള്ള മഹാരഥന്മാരായ ഫോട്ടോഗ്രാഫർമാരെ വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ടാവും, ഫോട്ടോഗ്രാഫർ അല്ലോ, ഓനക്ക് എന്താണ് 2 ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ ഒരു ന്യൂസ് റിപ്പോർട്ടറേക്കാൾ ഗംഭീരമായിട്ട് ആലോചന നടത്തുകയും ഗവേഷണം നടത്തുകയും ആ ഒരു ഫ്രെയിമിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ കഴിവ്, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ തന്നെ ഈ അവാർഡ് നേടിയ ഗോകുലിനെ ഞാൻ ആദ്യമായിട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഗോകുൽ പകർത്തിയ ചിത്രം തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്നും നീറുന്ന വേദനയാണ് വയനാട്. ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിന്റെ ആ ഭൂമിയിൽ നിന്നൊരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന ഒരു ചിത്രം, അത് നമ്മൾ ആര് പോയാലും ചിലപ്പോൾ ഒരു ചിത്രം കിട്ടുമായിരിക്കും. പക്ഷേ ഗോകുൽ പകർത്തിയതുപോലെ ആ ചിത്രത്തിന്റെ ആ ചിത്രം കാണുമ്പോൾ തന്നെ എത്രമാത്രം സാറ് കൽപ്പന നാരായണൻ സാറ് പറഞ്ഞതുപോലെ ആ ചിത്രത്തിലുള്ള രക്ഷാപ്രവർത്തകരുടെ മുഖത്ത് കാണുന്ന ഉത്കണ്ഠയും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്രെയിം 1000 കഥകൾ പറയും. ഒരു ഫ്രെയിമിന്, ഒരു വാർത്താ റിപ്പോർട്ടിന് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പടത്തിന് പറയാൻ കഴിയുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് വലിയ സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. അതിനപ്പുറം തന്നെ ഫോട്ടോഗ്രാഫി അപകടത്തിലാക്കുന്ന കാര്യങ്ങളുമുണ്ട്. AI ടെക്നോളജി വളർന്നതോടുകൂടി ഇന്ന് നമുക്ക് ഏതൊരു ഫോട്ടോയും ഒരൊറ്റ ക്ലിക്കിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന കാലമാണ്. സത്യം ഏതാണ്, മിഥ്യ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഡീപ് ഫേക്കിനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പ്രസിഡന്റിന്റെ പ്രസംഗം പോലും വ്യാജമായിട്ട് സൃഷ്ടിക്കുകയും ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തത് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്ത് ഡീപ് ഫേക്ക് ചിത്രങ്ങളെ മറികടക്കുന്ന രീതിയിലേക്ക്
മികച്ച ചിത്രങ്ങൾ എടുക്കാൻ നമ്മുടെ ഫോട്ടോഗ്രാഫർമാർക്ക് ഇത്തരം അവാർഡുകൾ തീർച്ചയായിട്ടും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചോയ്ക്കുട്ടി സാറെ പോലെയുള്ള മഹാരഥനായ ഒരു ഫോട്ടോഗ്രാഫറുടെ പേരിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നടത്തുന്ന ഈ പ്രവർത്തനം, ഈ അദ്ദേഹത്തിന്റെ സ്മരണ എന്നെന്നും നിലനിർത്തണമെന്ന ആഗ്രഹത്തോടു കൂടി നടത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചോയ്ക്കുട്ടിയേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം, ഫോട്ടോഗ്രാഫർ ആയിരുന്നെങ്കിൽ പോലും ആ വലിയ മനുഷ്യൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന കാലം ജീവിതത്തിൻ്റെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലമായിരുന്നു. ഇത്രയും വിനയാന്വിതനായി, ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി, ഒരു ഫോട്ടോഗ്രാഫർ, വളരെ ഉദാത്തമായ ചിത്രങ്ങൾ, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങൾ എടുത്ത ഒരു ഫോട്ടോഗ്രാഫർ. 87 ഞാൻ മാധ്യമ ദിനപത്രത്തിൽ റിപ്പോർട്ടിങ്ങിൽ പത്രപ്രവർത്തൻ്റെ ബാലപാഠങ്ങൾ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം മാധ്യമത്തിലുണ്ട്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ ഓരോ പരിപാടിക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എന്നെ ആരും അറിയില്ല, ഞാൻ പുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തും. ഓരോ വഴികളിലൂടെ നടന്നും പറഞ്ഞും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളും വളരെ വിചിത്രവും ഒരുപക്ഷെ വളരെ എക്സെപ്ഷണൽ എന്ന് പറയാവുന്നൊരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. ഒന്നാമത്തെ പ്രശസ്തിയോടൊരു താല്പര്യവുമില്ല, ഒന്നിനോടും അദ്ദേഹത്തിൻ്റെ ഒന്നിനോട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഭിനിവേശമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു മനുഷ്യൻ. അതേസമയം ഫോട്ടോഗ്രാഫിയിൽ അദ്ദേഹം വളരെ മികച്ച കഴിവുള്ളൊരു വ്യക്തിയുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾ പല കാര്യങ്ങളും പറയാനുണ്ട്. മാധ്യമത്തിൽ ഒരു കാലത്ത് ഞങ്ങൾ ജോലി സംബന്ധമായ, സർവീസ് സംബന്ധമായി ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രൊബേഷൻ നീട്ടിക്കൊണ്ടുപോവുക, പ്രൊബേഷൻ നിരന്തരമായി നീട്ടുക, എന്നിട്ട് കൺഫർമേഷൻ തരാതിരിക്കുക. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പം അദ്ദേഹവും ഞാനും പിന്നെ മറ്റൊരാളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനുള്ളൂ. ഞങ്ങൾ 3 പേര് കമ്പനിക്കെതിരെ ഒരു കേസ് കൊടുത്തു. അത് മാധ്യമത്തിൽ വളരെ മാധ്യമം തുടങ്ങി ഒരു വാർത്താമാധ്യമ വൈത്തിരിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങിയൊരു സ്ഥാപനമാണ്. പക്ഷെ ആ തുടക്കത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇന്നൊക്കെ ഉണ്ടാവും. എല്ലാ സ്ഥാപനങ്ങളിലും പല പ്രശ്നങ്ങൾ, സ്ഥാപന താല്പര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് തൊഴിലാളിക്ക് വർഗ താല്പര്യങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ ഓരോ സ്ഥാപനത്തിലും അവർക്ക് സ്ഥാപന താല്പര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ നിരന്തരമായി ഇങ്ങനെ നീട്ടിയ സമയത്ത് ഞങ്ങളൊരു കേസ് കൊടുത്തു, ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു. അന്ന് പിന്നെ പി രാമാകരൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്, ബാബുരാജ് സെക്രട്ടറിയാണ്. അങ്ങനെ അവരൊക്കെയാണ് അതിൻ്റെ പിന്നിലുണ്ടായി, അവരായിരുന്നു ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ആ കേസ് കൊടുത്തു. ആ കേസ് പിന്നെ രാജിയായി. ഞങ്ങൾ 2 പേരെയും പ്രൊബേഷനിലെടുത്ത്. ഞങ്ങൾ 2 പേരെയും മറ്റേ ആളെയും, ഒരു ബഷീർ തൊഴിൽ എന്നൊരാളായിരുന്നു, അദ്ദേഹം 3 പേര്, ഞങ്ങൾ 3 പേരും അങ്ങനെ സ്ഥിര ജീവനക്കാരായി. കോടതിയുടെ കനിവോടുകൂടി സ്ഥിര ജീവനക്കാരായി. അങ്ങനെ പിന്നെ അദ്ദേഹം അവിടെ തന്നെ നിന്നു, ഞങ്ങളൊക്കെ നിന്നു. ഞാനൊക്കെ സർവീസ് പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നു. പക്ഷെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിനോട് ചില അവഗണനയുടെ ഒക്കെ പേരിൽ അദ്ദേഹം കലഹിച്ച് രാജിവെച്ച് അദ്ദേഹം പിരിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ആ പിരിഞ്ഞു പോയാൽ അദ്ദേഹത്തിന് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പേരെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചു കൊടുക്കാനും അതിനൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തി. അങ്ങനെ വളരെ വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇപ്പം അങ്ങനെ കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എന്നെക്കാളും ബന്ധമുള്ളവരായിരിക്കും പലരും. എന്നാലും ഞാൻ ഇത്രയും ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നന്ദി, സ്നേഹം, അഭിവാദ്യങ്ങൾ. ശരിക്കും വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ സമയത്ത് ചോയ്ക്കുട്ടിയുടെ പേരിലുള്ള അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ. അത് നാരായണ മാഷ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അപ്പം എനിക്ക് ചോയ്ക്കുട്ടിയുടെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ കോഴിക്കോട് എക്സിബിഷനൊക്കെ വെക്കുമ്പം അവർ ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ പല സമയത്ത് പല എക്സിബിഷനിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മോനെ വിളിച്ചിട്ടാണ് വരിക. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സൈലൻ്റായിട്ട് ഇങ്ങനെ പറയുന്നൊരു വ്യക്തിയാണ്. അപ്പം പിന്നെ പറയുകയാണെങ്കിൽ ശരിക്കും മൂപ്പർ വ്യത്യസ്തമായി നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം പല പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളൊക്കെ മൂപ്പർ ശിഷ്യന്മാരായിരുന്നു എന്നുള്ളതാണ്. മിക്കവാറും എല്ലാത്തിലും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ചോയ്ക്കുട്ടിയുടെ സ്റ്റുഡൻ്റ് ആണെന്നുള്ളതാണ് മൂപ്പര മറ്റു ഫോട്ടോഗ്രാഫേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം
ഈ ഒരു അവാർഡ് എനിക്ക് വാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു വേളയിൽ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ എത്തുന്നത് നമ്മുടെ അളിയെന്ന് പറയാം, വേണുഗോപാൽ എന്ന് പറയും, DC ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പം മൂപ്പരെ ഇതിലാണ് ഞാൻ ഈ പത്രമേഖലയിൽ എത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് മൂപ്പരെ കുറിച്ചും അതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശ്രീധരൻ്റെ അടുത്താണ് ശരിക്കും ഫോട്ടോ എടുക്കാൻ പഠിക്കുന്നത്. എങ്ങനെയാണ് പത്ര ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത് പഠിക്കുന്നത് ആ സമയത്താണ്. അപ്പം അതേപോലെ അപ്പം ചീഫായിട്ടുണ്ടായിരുന്ന പ്രശാന്ത് സാറുണ്ട് ഇവിടെ. അപ്പോൾ ചീഫിനെ പറ്റി എല്ലാവരെയും പറ്റി ഓർക്കുന്നു. പിന്നെ നമ്മളവരുടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻസായിട്ടാണ് തോന്നുന്നത്. എൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ്, അവരെ കുറിച്ച് ഓർക്കുന്നു. പിന്നെ ഈ ചിത്രം എടുക്കാനുള്ള ഒരു സമയം എന്ന് വെച്ചാൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ ടൈമിലാണ് എടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ദിവസവും ഉറക്കം വന്നില്ല. അത്രയും വിഷമിച്ച മുഖങ്ങളാണ് കാണാനിടയായത്. ശരിക്കും ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് ആഗ്രഹിക്കുക. പക്ഷെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ട് എടുക്കുന്നേ ഉള്ളൂ. മറ്റുള്ളവരെ എത്തിക്കാന്നുള്ളൊരു കടമ ഉണ്ടെന്ന് കരുതിയിട്ട് എടുക്കുന്നു. അപ്പം എന്തായാലും സന്തോഷം. ചോദിക്കുട്ടിൻ്റെ മോളെ പരിചയമുണ്ട്. മുപ്പരെനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ ഫീൽഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവരും സന്തോഷം.